ഒക്കെ ഉണ്ട് മലയാളിക്ക്. എന്റെ ഓർമ്മയിലൊക്കെ ഞാൻ രാമായണ മാസത്തെ കാണുന്ന സമയത്ത് എനിക്ക് ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള രാമായണ പാരായണമൊക്കെ ഇപ്പൊ വിപുലമായിട്ട് നടക്കുന്നുണ്ട്. അതിനു മുമ്പ് കുട്ടിയായിരിക്കുന്ന എന്റെ ഒരു ഓർമ്മയിലുള്ളത് നാട്ടില് എന്റെ വീട് ഇവിടുന്ന് വലിയ ദൂരല്ലേ, ഒരു 70 കിലോമീറ്റർ അപ്പുറത്ത് മണ്ണാർക്കാട് എന്ന് പറയും, പാലക്കാട് ജില്ലയാണ്. മലപ്പുറം ജില്ലയോട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഭുവനേശ്വരി പൂജ അല്ലെങ്കിൽ തറവാട്ടിൽ പൂജ ഉണ്ടാവും എല്ലാ വർഷവും. കാരണവന്മാർക്ക് കൊടുക്കുക, വെച്ചു കൊടുക്കുക എന്നൊക്കെ പറയും നമ്മള് ആ ഭാഗത്ത്. ദേവിയാണ് രാവിലെ പൂജിക്കുക, വൈകിട്ട് പിതൃക്കളെ പൂജിക്കും. അപ്പൊ ഭുവനേശ്വരിയെ പൂജിച്ചു കഴിഞ്ഞാൽ, പീഠത്തിൽ ആരാധന കഴിഞ്ഞാൽ ദേവി പൂജ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് രാമായണമായിരുന്നു. പൂജ ചെയ്തിട്ടുള്ള ആചാര്യൻ രാമായണം ഗ്രന്ഥം എടുത്തിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് തുറക്കും. അപ്പൊ ഏത് ഭാഗമാണോ വരണത് ആ ഭാഗത്തെ ഫലം നോക്കിയിട്ട് പൂജ സ്വീകരിക്കപ്പെട്ടോ, ഇനിയുള്ള കാലം എങ്ങനെയാവും എന്ന് പ്രവചിക്കും. രാമായണം പണ്ടേ ഉപയോഗിച്ചത്.